അപ്പോൾ ഐലൻഡിൻ്റെ അടുത്തെത്തി ഇനി വെള്ളത്തിന് ഇത് എങ്ങനെ ഇറങ്ങി പോകുന്നു നോക്കപ്പോൾ എന്താണെന്നറിയോ, ഈ വീപ്പകളുണ്ടല്ലോ, അതായത് ഈ നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വീപ്പ, ആ പ്ലാസ്റ്റിക് വീപ്പകൾ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു 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 മാറ്റ് വിരിച്ചേക്കുന്ന പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റ് ഇങ്ങനെ ഇട്ടേക്കാണ്. കട്ടിയുള്ളതാണത് മാറ്റ്. നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡാൻസ് കളിക്കും കേട്ടോ. നമുക്ക് നടക്കാൻ വലിയ പാടാത്, കാരണം ഇതിങ്ങനെ ഓളം തള്ളിക്കൊണ്ടിരിക്കുക വെള്ളം, അതനുസരിച്ച് ഇത് അങ്ങോട്ട് ചായുകയൊക്കെ ചെയ്യും. കൈ പിടിച്ച് 2 പേര് കൈ കോർത്ത് പിടിച്ച് വേണം നടക്കാൻ. അങ്ങനെ ഞാനും വൈഫും കൂടെ കൈയും കോർത്ത് പിടിച്ച് ഞങ്ങൾ ഇതിൽ കൂടെ നടന്ന് വീഴാതെ വളരെ സൂക്ഷിച്ച് നേരെ ഇറങ്ങി ചെന്നങ്ങ് കരയിലിറങ്ങി കേട്ടോ, മണലിലോട്ടിറങ്ങി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ഒരു കലാരൂപം, ഒരു ഡാൻസ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആളുകൾ വന്ന് അത് ഒന്ന് കളിച്ച് ഡാൻസൊക്കെ കളിച്ച് അവരുടെ ഒരു ട്രൈബ്സിൻ്റെ ആണ് അത് ഉണ്ട്. അവസാനം ഞങ്ങളെ ഈ മൈക്കിലൂടെ പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഈ കലാരൂപങ്ങളൊക്കെ അരങ്ങേറി. ഇതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അവിടുന്ന് സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് അവരെ ഈ സ്പോർട്സ് ക്ലബിൻ്റെ ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കരിക്കും വെള്ളമൊക്കെ തരുന്നുണ്ട് ഇതിനിടയിൽ, നല്ല കരിക്കും വെള്ളം ഞാൻ പക്ഷേ കുടിച്ചേക്കുന്നത്, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൻഡമാൻസ് നിക്കോബാറിൽ അവിടെ ചെന്ന് പോർട്ട് ബ്ലെയറിൽ ചെന്നപ്പോൾ അവിടെ വഴിയരിവിൽ നിന്ന് കരിക്ക് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള കരിക്കും വെള്ളം ഞാൻ വേറെ കഴിച്ചിട്ടില്ല. അത് ഇനിയും പോർട്ട് ബ്ലെയറിൽ ഈ കരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുക ഞാൻ. ആ രീതിയാണ്. ഇവിടെ ഉള്ള കരിക്കിന് അത്രയും ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, ആ രീതിയിലാണ്. നമുക്ക് സാധാരണയുള്ള നമ്മുടെ ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല കരിക്കും വെള്ളമാണ്. പിന്നെ ഇതേപോലെ കരിക്കും വെള്ളം നല്ലത് കിട്ടിയത് ശ്രീലങ്കയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ യാത്ര പോയപ്പോൾ കരിക്കും വെള്ളം, അത് കരിക്ക്, അതായത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം, ഭയങ്കര ചാർജായില്ലത്തിന് കേട്ടോ ആഹാരത്തിനൊക്കെ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, വഴിയിലിരുന്ന് ഒരാൾ കരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടിറങ്ങി ഒരു 2 കരിക്ക് വീതം ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ ഈ 4 പേരാണ് അവിടെയും അന്ന് പോയപ്പോഴും വാങ്ങിച്ച് അങ്ങ് കഴിച്ചു. നല്ല വെള്ളവുമായിരുന്നു. ഈ കരിക്ക് തിന്നാനും നല്ല രുചിയുള്ള ടേസ്റ്റ് ഉള്ളതായിരുന്നു. അത് കഴിച്ച് വിശപ്പ് അടക്കി ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് കരിക്കും വെള്ളമൊക്കെ കഴിച്ച് ഈ സ്പോർട്സ് ക്ലബിൻ്റെ ആ കെട്ടിടത്തിലേക്ക് പോയി. മുറി നല്ല റൂം, നല്ല വൃത്തിയുള്ള വളരെ നീറ്റായിട്ടുള്ള മുറി, നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉള്ള നല്ല മുറി കേട്ടോ. നല്ല സ്റ്റാൻഡേർഡുള്ള റൂം ആണ് വന്നേക്കുന്നത്. തൊട്ടപ്പുറത്ത് കടലാണ്. അപ്പോൾ ഈ സ്പോർട്സ് ക്ലബിൻ്റെ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദ്വീപിന് നീളമാണ് കേട്ടോ ഉള്ളത്. നീളത്തിൽ കിടക്കുന്ന ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളൊരു 10 പേര് കൈകോർത്ത് പിടിച്ചാൽ ഈ കടലിൽ നിന്ന് അപ്പുറത്തെ കടലിൻ്റെ അവിടോട്ട് ചെല്ലും, ആ ഭാഗത്തോട്ട് ചെല്ലും ദ്വീപ്. മോട്ടോർ സൈക്കിളുകൾ ഒരുപാടുണ്ട്. അത് നല്ല ടാർ ചെയ്ത റോഡാണ്. നടുക്കൂടെ ഈ ദ്വീപിൻ്റെ മൊത്തം മധ്യത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ ഇങ്ങനെ കിടക്കുക. അത് മോട്ടോർ സൈക്കിളുണ്ട്. അപ്പോൾ എത്രയോ ആകെ 8 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഇത്. അവിടെ മോട്ടോർ ബൈക്കിലാണ് കൂടുതൽ ആളുകളും ചെറുപ്പക്കാരൊക്കെ സഞ്ചരിക്കുന്നത്. അങ്ങനെ മോട്ടോർ സൈക്കിളുകളൊക്കെ ഉണ്ട്. അതല്ലാതെ അവിടെ കാറ് ഞാൻ കണ്ടില്ല, ഒന്നുമില്ല, കാറില്ല. കാറുള്ള ദ്വീപുകൾ വേറെയുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. കാറുള്ളത് ഈ അഗത്തിയിൽ കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ആന്ത്രോത്ത് അവിടെ ഉണ്ട്, കാറുണ്ട്. കോടതിയുണ്ട് അവിടെ. അമിനിയിലും കോടതിയുണ്ട്, അത് ആന്ത്രോത്തിലും കോടതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് അവിടുന്ന് ഉച്ചയ്ക്ക് ഇനി അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. ആ കടപ്പുറത്ത് വെച്ചാണ് അവിടെ ഡിന്നറ്. അത് കുറേ വിദേശികളും ഒക്കെ ഉണ്ട്. അവിടെ കുറേ കലാപരിപാടികൾ, പാട്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കടപ്പുറത്ത് തന്നെ അവിടെ മേശയിട്ട് അവിടെ ഇരുന്നാണ് നല്ല ഫിഷിൻ്റെ ഒരു സദ്യ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ ഉള്ള ആഹാരം, നല്ല ഒന്നാം തരം ആഹാരമായിരുന്നു. അത് അതായത് റൊട്ടിയും ഇതും ഈ ഫിഷും മീനും ഒക്കെ അവർ തന്നു. മീൻ അവിടെ 2-3 വിധത്തിൽ ചുട്ടെടുക്കും, അത് കൂടാതെ വറുത്തെടുക്കും, ആ രീതിയിലൊക്കെ ചെയ്യും.
അത് മീനിന് പിന്നെ ഒരു ക്ഷാമമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു രസകരമായ അനുഭവമായിരുന്നു അവിടെ. അപ്പോൾ അത് ഇനി ഒരു 3 ദിവസം കൂടെ ഞങ്ങൾ അവിടെ ഉണ്ട്. അന്ന് ചെന്ന് അത് കൂട്ടിയാൽ 28-ാം തീയതി മാത്രമേ വൈകുന്നേരമേ ഞങ്ങൾ മടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ഈ ദ്വീപുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെങ്ങും പാമ്പുകളില്ല. ഒരു വിഷമുള്ള ഒരൊറ്റ ജീവി അവിടെ ഇല്ല, മനുഷ്യരുൾപ്പെടെ കേട്ടോ എന്ന് വേണം പറയാൻ. വിഷമുള്ള മനുഷ്യരല്ലേ ജീവികളെ കഴിയും കൂടുതലുള്ളത്. പക്ഷെ അങ്ങനെയുള്ളവരല്ല അവിടെ ഉള്ളവർ. കാരണം അവിടെ ക്രിമിനൽ കേസുകളൊന്നുമില്ല, വളരെ കുറവാണ്. ആ ദ്വീപിൻ്റെ ചരിത്രത്തിൽ ആകെ ഒരു മർഡർ കേസ് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ, അതിൽ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ചാരായം പിടിക്കുന്ന കേസുകളൊക്കെയാണ്, അതായത് എക്സൈസ് കേസുകളാണ് അവിടെ ഉള്ളത്. കാരണം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്വന്തമായിട്ട് വാറ്റി കുടിക്കും. അത് എക്സൈസുകാർ വന്ന് പൂക്കും. അതാണ് അവിടെ ആകെയുള്ള കേസ്. അല്ലാതെ വിദേശ മദ്യമൊന്നും അവിടെ കിട്ടത്തില്ല, ഒരു കാര്യമില്ല. അവിടെ ലോക്കലി അവർ ബ്രൂ ചെയ്തെടുക്കും, മദ്യം ഉണ്ടാക്കും. അതാണ് പ്രശ്നം വരുന്നത്. അത് കുറേ കേസുകളുണ്ട്. മോഷണ കേസുകളൊന്നുമില്ല, കാരണം അവിടെ മോഷണമൊന്നുമില്ല. ആരുടെയും വസ്തുക്കളൊന്നും മോഷ്ടിക്കുകയല്ല. അത് ആ രീതി വലിയ അച്ചടക്കമാണ് ആ കാര്യത്തിൽ. അടിപിടി അക്രമങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊന്നും അവിടെ ഒന്നും പൂട്ടി വെച്ചില്ലേ പോലും ഒരു കുഴപ്പമില്ല, കാരണം ആരുടെയും ഒന്നും എടുക്കുകയല്ല. പിന്നെ നമുക്ക് കടകളൊന്നുമില്ല കേട്ടോ. ഈ ഞാൻ പോയപ്പോൾ ആന്ധ്രത്തിൽ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു 3-4 കടകൾ ഉണ്ടായിരുന്നു അവിടെ. അതായത് മെയിൻലാൻഡിൽ നിന്ന് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഈ മെയിൻലാൻഡിൽ നിന്ന് പോകണം. അതായത് ഇവിടുന്ന് കപ്പൽ പോയില്ലെങ്കിൽ അവിടെ പട്ടിണിയാണ്. കാരണം അവിടെ വേറെ ഒന്നുമില്ലല്ലോ. അവിടെ ഉള്ളതെന്ന് പറയുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് തേങ്ങ, പിന്നെ ട്യൂണ എന്ന് പറയുന്നത്, അതിന് ഒരാൾ എനിക്ക് ട്യൂണയെക്കുറിച്ച് വിവരിച്ചെന്നും ഏതാണ്ട് 105 വെറൈറ്റി ട്യൂണ ഉണ്ട് അവിടെ. അതിൽ വളരെ ഒരു ട്യൂണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന എന്തുവാന്ന് വിചാരിച്ചായിരിക്കും ഒരാളൊന്നും എടുക്കത്തില്ല. ചിലപ്പോൾ ഇത് തിരയിലുണ്ടല്ലോ, കടലിൽ സമൃദ്ധമായിട്ട് ട്യൂണ വിളയുന്നുണ്ട് അവിടെ. അതാണ് അവരുടെ കടലിലെ ചിക്കൻ എന്നാണ് ഈ ട്യൂണയെ പറയുന്നത്, കടലിലെ ചിക്കൻ. അവർക്ക് കിട്ടുന്ന അവരുടെ ചിക്കൻ ഇതാണ്. ഈ ട്യൂണ ചിലപ്പോൾ തിരയിലടിച്ച് ഈ കരയെ വന്ന് വീഴും. അങ്ങനെ അത് എന്താ വലിപ്പം എന്ന് വിചാരിച്ച് 70 കിലോ ഒക്കെയാണ് ഉള്ള ട്യൂണയാണത്. അത് വളരെ വലുത്. അത് ഒരു 2 പേര് തോളയിലെടുത്ത് വെച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ പറ്റുള്ളൂ, ഒരാൾക്ക് എടുക്കാൻ ഒക്കത്തില്ല. അതുപോലെ അത്ര ഭാരമാണ്, വലിപ്പമാണ്. അപ്പോൾ ഇത് ഇഷ്ടംമാതിരി ട്യൂണ ഉണ്ട്. പിന്നെ അവിടുത്തെ ഈ ട്യൂണ കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവം ഉണ്ട് കേട്ടോ. മാസ് എന്ന് പറയും. മാസ് എന്നാണ് അതിൻ്റെ പേര്. മാസ് എന്ന് പറയുന്ന ഈ ട്യൂണ, മാസ് ട്യൂണ എന്ന് പറയുന്ന ഒരു വർഗ്ഗമുണ്ട്. അതായത് അത് ഒരു 4 കിലോ 4.5 കിലോ വലിപ്പമേ അതിന് തൂക്കമേ ഉണ്ടാവുള്ളൂ ആ ട്യൂണ. അതിൽ കൂടുതലില്ല. ഈ ട്യൂണ കൊണ്ടാണ് ഈ മാസ് എന്ന് പറയുന്ന ഫുഡ് അവരുണ്ടാക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപ് നിവാസികൾ കഴിക്കുന്ന ആഹാരമാണ് ഈ മാസ്. അവരവിടുന്ന് ദ്വീപിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കോഴിക്കോടൊക്കെ പഠിക്കാൻ വരുന്ന ഫറൂഖിലൊക്കെ വന്ന ഒരുപാട് കുട്ടികളുണ്ട് അവിടുന്ന് പഠിക്കുന്നത്. അവർക്ക് ഇത് തിന്നാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരത് അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച്, അപ്പോൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ സാധനം, അതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം കടലിൽ ഇറങ്ങി ഒരു മരക്കൊമ്പയെ പിടിച്ചിട്ട് ഞാനും വൈഫും കൂടെ ഞങ്ങൾ ഇതിൽ കുറേ നേരം അവിടെ കിടന്നു. കടൽ വെള്ളത്തിൽ ഇങ്ങനെ മലർന്ന് കിടന്നു അവിടെ. ഞാൻ അന്നേരം നീന്താനൊന്നും പോയില്ല. അവിടുന്ന് നമുക്ക് അതിനുള്ള അവിടെ നമുക്ക് ഇടാനുള്ള ആ കുപ്പായമൊക്കെ കിട്ടും കേട്ടോ. അതെല്ലാം കിട്ടും, ആ കോട്ട് അതൊക്കെ ഇട്ടുണ്ട്. അതും കെട്ടിപ്പൂട്ടി ഞങ്ങളവിടെ കിടന്നു കടലിനകത്ത്. നല്ല ഒരു രസകരമായ അനുഭവമാണ്. അത് കഴിഞ്ഞ് അന്ന് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഈ സലാഹുദ്ദീൻ ബോട്ട് കൊണ്ടുവന്നു. അതിൽ ഈ അടിവശം ഗ്ലാസ്സാണ് ആ ബോട്ടിൻ്റെ. എന്നിട്ട് ഞങ്ങളെ ഈ കടലിലേക്ക് ഇത് കാണാൻ കൊണ്ടുപോവാണ് കേട്ടോ, കോറൽ കാണാൻ കൊണ്ടുപോവാണ്. ഇത് ഞാനാദ്യം വിചാരിച്ച് കോറൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം അങ്ങനെ കാണുമായിരിക്കും. കാരണം അതിന് മുമ്പ് ആൻഡമാനിൽ ചെന്നിട്ട് ഈ കോറൽ കാണാനാണെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഡെഡ് കോറലാണ് ഉണ്ടായിരുന്നത്. അത് നല്ലതായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല.
കുറച്ചൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ കടമത്ത് ഐലൻഡിൻ്റെ തൊട്ടടുത്ത് ആ ദ്വീപിനെ ഒരു ദ്വീപിൽ നിന്ന് ഒരു 100 മീറ്റർ വരെ അകലെ കടലിലോട്ട് മാറിയിട്ട് ഒരു മൺതിട്ടയുണ്ട്. നാച്ചുറലി ഫോംഡാണ്, ആരും കെട്ടിയുണ്ടാക്കിയതല്ല. അത് ഈ ദ്വീപിന് ചുറ്റുമുണ്ട് ഈ മൺതിട്ട. ഈ മൺതിട്ടയ്ക്കും ഈ കടൽക്കരയ്ക്കും ഇടയ്ക്കായിട്ടുള്ള കടൽ ഭാഗം, ആ കടൽ ഭാഗത്ത് ധാരാളം നല്ല ഈ ലൈവ് കോറൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അത് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ള ഒരു ഊഹം പോലും എനിക്കില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ്, പല വിധത്തിലുള്ള മത്സ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോൾഡ് കളർ ഉള്ളതുണ്ട്, യെല്ലോ ഉള്ളതുണ്ട്, പിന്നെ ഈ സാധാരണ മീനിൻ്റെ കളറുണ്ട്, ഈ വയലറ്റ് കളറിലുള്ളതുണ്ട്, ബ്ലാക്ക് ആയിട്ടുള്ള ഫിഷുണ്ട്. ഇതേപോലെ ഒരുപാട് മീനുകൾ നമുക്ക് കണ്ട് നമ്മുടെ കണ്ണ് കഴിച്ചു വന്ന വിധത്തിലാണ്. അത്രയും രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. പിന്നെ കോറലെന്ന് പറയുന്നത് ഇങ്ങനെ വിടർന്ന് നിൽക്കുകയല്ലേ, പവിഴം. അത് പല കളറിൽ നല്ല ഡാർക്ക് വയലറ്റും ഒക്കെയാണ്, ഇത് ഈ ഗോൾഡൻ കളറിലും ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കോറൽ. അത് നമുക്ക് ധാരാളം കാണാൻ പറ്റിയെന്നുള്ളതാണ്. അത് ഒരുപാട് കണ്ടു. അത് ഈ ഫിഷൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും ആളുകൾ ഇത് പിടിച്ച് തിന്നത്തില്ലേ, ഇതങ്ങ് തീർന്നു പോകത്തില്ലേ എന്ന്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ, അവർ ഈ മൺതിട്ടയ്ക്കും ഈ കടൽക്കരയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്തു നിന്നുള്ള ഫിഷുകളൊന്നും അവർ പിടിക്കത്തില്ല, അതവർ കഴിക്കത്തില്ല. അത് അവർക്ക് ഇഷ്ടമുള്ള ഫിഷല്ല അവർ കഴിക്കുകയില്ല, അവിടെ ഒരെണ്ണം പോലും കഴിക്കത്തില്ല. പിന്നെ അവിടെ കർശനമായൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ആ ദ്വീപിൽ തറയിൽ ഓരോ സാധനങ്ങളൊക്കെ കിടക്കും. അതായത് ഈ കടലിൽ നിന്ന് കയറി ഇതൊന്നും കുനിഞ്ഞെടുക്കാൻ പാടില്ല കേട്ടോ, ഒന്നും എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല, ഒന്നും കളക്ട് ചെയ്യാനും പാടില്ല. കാരണം അത് ആ ദ്വീപിൻ്റെ വകയാണ് ആ സാധനങ്ങളെല്ലാം. പലതും നമുക്ക് കാണാൻ കിട്ടും, കോറലൊക്കെ അങ്ങനെ കിടക്കും അത്. അപ്പോൾ ഒന്നും എടുക്കാൻ പാടില്ല. ഇങ്ങനെ പോയി ഇതുപോലെ അപ്പോൾ ഇത് കണ്ടു. അതൊരുപോലെ നല്ല കാഴ്ചയായിരുന്നു. വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. ശേഷം അടുത്തതിൽ